by Karthik Subbaraj. May 1-ാം തീയതി നമ്മുടെ തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യാൻ പോകുന്ന The One and Only Surya's latest movie Retroയുടെ ലോഞ്ചിനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. Let's welcome actor George onto the stage, please. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ടീസറും ട്രെയിലറും കണ്ടപ്പോ ചേട്ടന്റെ മുഖവും ജയറാമേട്ടന്റെ മുഖവും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഈ ഒരു ട്രിവാൻഡ്രത്തെ ആൾക്കാരെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന May 1 പടം തിയേറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് തിരുവനന്തപുരത്തുകാരോട് പറയാനുള്ളത്? I love you, Trivandrum. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയില് നമ്മുടെ റെട്രോ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ആ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ, അതായത് അവിടുത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു, അയ്യോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഫാൻസ്, ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചത്. ഒരു രക്ഷയില്ല. സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേരെ നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫംഗ്ഷന് വരുന്നു. ഇതിൽ പരം വല്ല ലോട്ടറി വേണോ? I love you. Thank you so much, sir. സൂര്യ സർ വളരെ മോശം. ഒരു പാട്ട് പ്ലീസ് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യാം. ജോർജ് ചേട്ടാ ഒരു പാട്ട് പാടാമോ? നല്ലൊരു കൈ കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ പാടും. പാടണോ? എവിടാ ഫുൾ സപ്പോർട്ട്, കട്ട സപ്പോർട്ട്. ഇത് റെട്രോയിലെ ഒരു പാട്ടാണ്. ഞാൻ അതിഗംഭീര പാട്ടാണ്. പക്ഷെ ഞാൻ അതിന്റെ രണ്ടിലേ വെറുതെ പാടും. നിങ്ങൾ കൂടെ പാടണം കേട്ടോ. നമ്മളുടെ സന്തോഷം, സ്നേഹം സൂര്യ സാറിനോട് ഈ പാട്ടിലൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ കൂടെ നിങ്ങളും, ഞാൻ മാത്രമല്ല പാടുന്നത്, നമ്മൾ എല്ലാവരും കൂടി പാടണം. കണ്ണാലെ എൻ കണ്ണോട് മോതും കണ്ണാടി പൂവേ നീ താണ്ടി. ശരിക്കും പറയുകയാണെങ്കിൽ ജയറാമേട്ടന്റെ കയ്യിൽ മൈക്ക് കൊടുക്കുമ്പോ പേടിയാ. ഈ സ്റ്റേജ് ജയറാമേട്ടൻ തൂക്കും. സാധാരണഗതിയിൽ ഓഡിയോ ലോഞ്ചസ് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രൊമോഷൻസ് എല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് അങ്ങ് കൈയടക്കാം. പിന്നെ നമുക്കൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. കാരണം ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് എത്തിയതിൽ. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലൊക്കെ നടന്ന റെട്രോയുടെ ഓഡിയോ ലോഞ്ചിലൊന്നും ചേട്ടനെ കണ്ടില്ല. എവിടെയായിരുന്നു? തെലുങ്ക്, കന്നഡം, ഇപ്പൊ പുതിയതായിട്ട് ഭോജ്പൂരി, ഈ വർഷം ചെയ്യാൻ പോകുന്ന ആസാമി. അടിപൊളി. നമസ്കാരം. ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇത് ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു 10-40 ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുള്ളായിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ് എന്റെ സീനസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പോവില്ലായിരുന്നു. ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും. പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ എടുക്കുന്ന ഒരു പെയിൻ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൂര്യക്ക് എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത്, അടുത്തടുത്ത റൂമിലാണ്.
അദ്ദേഹം രാവിലെ ഒരു 4-4:30 മണിക്ക് എണീറ്റ്, രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് നിന്ന് കിടക്കുന്ന 2 മണിക്ക് 3 മണിക്കായിരിക്കും എങ്കിൽ 4 മണിക്ക് എണീച്ച് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ്. ഏത് സമയവും എനിക്ക് കയറി ചെല്ലാവുന്ന ഒരു വീടാണ് അദ്ദേഹത്തിന്റെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സൂര്യയും കാർത്തികിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ്. ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി പലരെയും ജയറാമേട്ടൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. നമ്മൾക്ക് വേണ്ടി ജയറാമേട്ടന് ഓഡിയൻസ് ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. Guys, are you ready? നമുക്ക് കാണണ്ടേ? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞ 40-45 വർഷമായിട്ട് എല്ലാ വേദികളിൽ ചെല്ലുമ്പോഴും ഇപ്പോ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും 4ലും 5ലും പഠിക്കുന്ന കുട്ടികൾ ഞാൻ സംസാരിച്ച് തീരുമ്പോൾ എന്നോട് പ്രേംനസീറിനെ കാണിക്കൂ, പ്രേംനസീറിനെ കാണിക്കൂ. അപ്പൊ ഞാൻ ചോദിക്കും അവരോട്, പ്രേംനസീറിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിച്ചിട്ടേ പോവുള്ളൂ, അതൊരു ചടങ്ങാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട്. അത് തന്നെ കാണിച്ചാൽ മതിയോ? റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നിയല്ലേ? ശരി, തീർച്ചയായിട്ടും. സർ, പ്രേം നസീർ സർ അപ്പാക്ക് தெரியும், அப்பாவோட க்ளோஸ் ஃப்ரெண்ட். ജനിച്ചു വീണത് ചിറയിൻകീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം. The lands of Trivandrum. Last time when you came here, actually, ഒരുപാട് സ്നേഹം. We are delivering a lot of love to you. One time we have shown the love to you, and this next time we are seeing the love that you are getting from the people of Trivandrum. And this time, another super hit movie which is going to be made by, written and directed by Karthik Subbaraj. What do you have to tell to the people of Trivandrum? Trivandrum! Family. Yeah, family is it. First, I bow down to you and 4 மணிலிருந்து அங்க chairs இல்ல எல்லாம் நின்னுட்டு பார்த்துட்டு இருக்கீங்க from 4 o'clock. I really have lots of respect. Thank you so much. என்னோட vocabularyல எனக்கு தெரிஞ்ச அறிவுல நன்றி சொல்றதுக்கு எனக்கு வார்த்தையே இல்ல. இந்த அன்புக்கு, இந்த லவ்க்கு I really don't know how to thank you back. எப்படி நான் வந்து என்ன பண்ண போறேன் அப்படிங்கிறதே தெரியல. ஸோ கேரளா இஸ் ஆல்வேஸ் God's own country. அதே மாதிரி வந்து a place where you all equally respect all the crafts. இங்க நடனம் ஆடினாங்க, அவங்களுக்கும் அதே மரியாதை கொடுத்தீங்க. Untold Nation போட்ட பாட்டெல்லாம் கேட்டேன். ஒரு 15 years back போய் I saw you all enjoying to all those songs. I really have to thank Gautam here, Haris Gerard sir, Raghuman sir, and all my directors. I'm missing KV Anand sir today. இந்த love தான் ரொம்ப முக்கியம் அப்படின்னு நினைக்கிறேன். This world really needs a lot of love. Fans இருக்காங்களே அப்படின்ட்டு எங்க போனாலும் ஃப்ளைட்ல பார்த்தாலும் சரி, துபாய் போனாலும் சரி, எனிவேர் இன் தி குளோப், நான் எங்க டிராவல் பண்ணாலும் எங்க ஊர்ல வந்து பாருங்க சார், கேரளால வந்து பாருங்க சார் உங்களை எப்படி பண்றாங்க அப்படின்ட்டு. ஸோ இன்னைக்கு பார்க்கும்போது ஐம் ரியலி ஓவர்வெல்ம்ட். எனக்கு அப்பா அம்மாவுக்கு ஜோக்கு, என் பையன் பொண்ணுக்கு இதெல்லாம் உங்களுக்கு காமிக்கணும் அப்படின்னு ஆசையா இருக்கு. The kind of love you always keep giving me unconditionally. கார்த்திக் சுப்ராஜ்னாலே வந்து he's got his own genre. அவரோட ஸ்டைல் எப்பவுமே யூனிக்காவே இருந்திருக்கு. அவரை பார்த்து நிறைய டைரக்டர்ஸ் வந்திருக்காங்க, நிறைய அசிஸ்டன்ட் டைரக்டர்ஸ் வந்திருக்காங்க. For a long time I really wanted to work with him. ஒரு டீம் கூட வந்து 6 months ஒர்க் பண்ணுவோம். These 4 months ஜெயராம் சார் தெரியும், ஜோஜோவுக்கு தெரியும், சுஜித் தெரியும். என்டையர் டீம் will know how those 4 months we all spent as a family. பொருட்படுத்தாம she took 1/2 an hour rest. கிட்டத்தட்ட இங்கிருந்து இது வரைக்குமே வந்து burn ஆயிடுச்சு. But she is such a brave heart girl. ஒரு 1/2 an hourல வந்து again she came back and she did the shot. ஏன்னா எங்களுக்கு ஒரு நாள் தான் அங்க ஷூட்டிங் இருக்க முடியும். She was such a
താങ്ക് യു. God bless you. But இந்த லவ்வுக்காக, இந்த மரியாதைக்காக, இந்த அன்புக்காக, I'll do everything whatever I can do on screen to bring you back all those memories and give you all a wonderful time in the theater. ஒரு 2 மணி நேரம் நீங்க படத்துக்கு வரீங்க அப்படின்னா அதுக்கு நான் என்னென்ன பண்ணணுமோ அந்த மாதிரியான மற்ற வித்தியாசமான படங்கள், நல்ல படங்கள் கொடுத்துட்டே இருப்பேன். I will. സോ നമ്മൾ തിരുവനന്തപുരം ഒരുമിച്ച് ഇവർക്ക് വിഷ് ചെയ്യാൻ പോവാണ്. We wish you all the very best for the movie Retro. Right, Trivandrum? Show your love, guys! Let's wish all the very best to Retro movie team. മെയ് 1 റെട്രോ നമുക്ക് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതൊരു കാർത്തിക് സുബ്രാജ് പടമാണ്. ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോർമൽ മാസ് റൊമാൻറ്റിക് മൂവി ആയിരിക്കില്ല, ഒരു ഗംഭീര മൂവി ആയിരിക്കും. ഇത് ഉറപ്പായിട്ട് ഈ ഒരു മൂവി സൂപ്പർ ഹിറ്റ് ആവട്ടെ സർ. ഒരുപാട് ദിവസങ്ങൾ ഓടട്ടെ. ഇനിയും ഇതിന്റെ സക്സസ് മീറ്റിൽ നമ്മളെ കാണാനുള്ള ഇതുണ്ടാവട്ടെ. Yes, for the success meet also we want to be with you. Thank you to the team. Thank you everybody. Thank you Senthil sir. Thank you George sir. Thank you sir.